ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും എല്ലാവർക്കും സുഖമാണ്. ഏതാണ്ട് ഇവിടെയൊക്കെ കുറച്ച് മഴയൊക്കെ കുറച്ച് കുറഞ്ഞ ഒരു മട്ടാണ്. ഇടയ്ക്കൊരു മഴ കുറയും, വീണ്ടും കൂടും, അങ്ങനെയൊക്കെയാണ്. ഇത് വെറ്റിലയാണ്. വെറ്റില അറിയില്ലേ? അത് ജസ്റ്റ് എവിടെ കിട്ടിയപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ അത് വന്നതാണ്. പിന്നെ അതിന് മുന്നേ കാണിച്ചത് വഴുതനങ്ങ. ചുമ്മാ ഇതിൽ കൂടെ വിൽക്കാൻ കൊണ്ടുവന്നു അതിൻ്റെ തൈ. അപ്പം ഞാൻ വാങ്ങിച്ചൊന്ന് വെച്ച് നോക്കിയത്. സാധാരണ ഞാൻ വെച്ചൊന്നും വരില്ല, എന്തായാലും ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് താള് കറിയാട്ടോ. അപ്പോൾ ഇത് ചേമ്പിൻ്റെ തണ്ടും അതിൻ്റെ താഴെ ഇരുന്നത് ചേനയുടെ ഇലയും. അപ്പോൾ ചേനയുടെ ഇല വെച്ചിട്ടും നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് താള് കറിയുടെ റെസിപ്പി ആട്ടോ ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. അത് ചേമ്പിൻ്റെ തണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ഒത്തിരി മൂക്കാത്ത തണ്ടാട്ടോ ഞാൻ എടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ തൊലി വരാൻ പറ്റുന്ന അത്രയും നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. നമ്മുടെ മുരിങ്ങയുടെയൊക്കെ സ്കിൻ പീൽ ചെയ്തെടുക്കില്ല, അതുപോലെ തന്നെ. അതുപോലെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ മീനിൻ്റെയൊക്കെ തൊലി കളയുന്ന പോലെ അങ്ങ് വലിച്ചാൽ വരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ ചോപ്പ് ചെയ്യുക ചെറുതായിട്ട്. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. എന്നിട്ട് പ്രഷർ കുക്കറിലോട്ട് ഒരു 2 സ്പൂണ് അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് വേണ്ട, 2 സ്പൂണ് പരിപ്പ് കഴുകിയിട്ട് കുക്കറിലോട്ടിടുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് തന്നെ നമ്മൾ ഈ മുറിച്ച് വെച്ച അല്ലെങ്കിൽ അരിഞ്ഞ് വെച്ച താളിൻ്റെ പീസസും കൂടെ അതിൻ്റെ അകത്തോട്ടിടുക. ഇത് നമുക്ക് പുളി ഒഴിച്ചും ഉണ്ടാക്കാം, പുളി ഇല്ലാതെ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു പരിപ്പ് വേകാൻ എത്രയാണ് നമ്മൾ സാധാരണ വിസിൽ വയ്ക്കുന്നത് അത്രയും വയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ പരിപ്പ് എന്ന് പറയുന്നത് ഒരു 3 വിസിൽ, അല്ലെങ്കിൽ സിമ്മിൽ വയ്ക്കുകയാണെങ്കിൽ 1 വിസിലിൽ വേവും. ഫുള്ളിൽ വയ്ക്കുകയാണെങ്കിൽ 3 വിസിൽ, സിമ്മിൽ വയ്ക്കുകയാണെങ്കിൽ 1 വിസിലിൽ വേവുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒത്തിരി ഒഴിക്കരുത്, നന്നായിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മെഴുക്ക് പുരട്ടിയും ചെയ്യുന്നുണ്ട്. ചേന മെഴുക്ക് പുരട്ടിയാണ്. അത് ഓൾറെഡി ഇതിൻ്റെ അത്ര വലിയ സംഭവമൊന്നും അല്ല, അത് കാരണം ഞാനത് എടുത്തില്ല എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും. അപ്പോൾ അതിൻ്റെ കൂടെ അതും നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് കുറച്ച് അരപ്പ് വേണം. അതിന് തേങ്ങ കുറച്ച് ചിരകുക. ഞാനൊരു ഹാഫ് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചിരകി വയ്ക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും മാത്രം ഇട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ചിരവയില്ല നല്ല കേട്ടോ. സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ വാങ്ങിക്കണമെങ്കിൽ സ്റ്റീലിൻ്റെ വാങ്ങിക്കണേ. മരത്തിൻ്റെ വാങ്ങിക്കുമ്പോൾ എന്താണെന്നറിയോ, ആ ചിരവുന്ന ഭാഗം കുറേ കഴിയുമ്പോൾ ലൂസാവും നമ്മൾ ഈ മരത്തിൽ ചെയ്യുമ്പോൾ. സ്റ്റീലിലാവുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതാണ്. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വെളുത്തുള്ളി പെട്ടെന്ന് എന്താ പറയുക, പീൽ ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ കേട്ടോ. പെട്ടെന്ന് ഞാനിങ്ങനെയാണ് ചെയ്യുക. അതിൻ്റെ നടുവിൽ കൂടെ ഒന്ന് മുറിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഈസി ആയിട്ട് വരും. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഒരു 3 വെളുത്തുള്ളി, ഒരു 3 എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് ജീരകം, ഒരു 1/4 സ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ ഈ കറിയിലോട്ട് ചേർക്കണം കേട്ടോ. അങ്ങനെയാണ് അരപ്പ് തയ്യാറാക്കേണ്ടത്. പിന്നെ ഈ അരപ്പ് ഇപ്പോൾ പുളി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പരിപ്പും ഇതും വെന്ത് വരുമല്ലോ, ആ സമയത്ത് കുറച്ച് പുളി ചേർക്കാം. ഓക്കെ, പുളി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ അരപ്പ് ചേർക്കാം. ഞാൻ എന്തായാലും പുളി ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പരിപ്പും ഇത് വെന്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട്
കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്നും കൂടെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ ഈ അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കടുക് വറുത്തിടും. കടുക് വറുത്തിടുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കടുകും കരിവേപ്പില, വറ്റൽമുളക്, ചെറിയുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കറിയിലോട്ട് ചേർക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി കറി കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ താള് കറിയാണ്, വൈറ്റ് റൈസാണ് ഉണ്ടാക്കിയത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. പിന്നെ മുരിങ്ങയില ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു മന്ത് മുരിങ്ങയിലയൊന്നും കഴിക്കാൻ പാടില്ല, ബാക്കി എല്ലാ ഇലയും കഴിക്കാം, മുരിങ്ങയില മാത്രം കഴിക്കാൻ പാടില്ല. പക്ഷേ മുരിങ്ങയില നന്നായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, അപ്പോൾ കുറച്ച് ചുവന്നുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒരു ചെറുതായിട്ട് മുരിങ്ങ ഇല തോരൻ ഉണ്ടാക്കി. പിന്നെ ചേന മെഴുക്ക് വരട്ടി, പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടിയില്ലേ, തേങ്ങയൊക്കെ വറുത്തുണ്ടാക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയില്ലേ, അതും. അപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോഴേ ഞാൻ ആലോചിച്ചു ഒരു സ്പൂണും കൊണ്ട് എടുത്തിട്ടാൽ കുറച്ചും കൂടെ വൃത്തിയായേനേന്ന്. പിന്നെ അച്ചാറുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും എടുത്തില്ല, ഇത്രയും തന്നെ ധാരാളമാണ്. അങ്ങനെ ഒരു അടിപൊളി ലഞ്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.